അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അവർക്ക് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ രാമായണത്തിൻ്റെ ക്രെഡിബിലിറ്റി, മഹാഭാരതത്തിൻ്റെ ക്രെഡിബിലിറ്റി ഇത് ഇല്ലാതെയാക്കാം. രാമായണം നമ്മളെ സാംസ്കാരികമായി ഒന്നിപ്പിക്കുന്നതും ഹിന്ദു സമ്പ്രദായങ്ങളോടും സമാജത്തോടും ചേർത്ത് പിടിക്കുന്നതുമായ ഒരു ആങ്കറാണ് രാമായണം. ഈ രാമായണം മാസം കുറച്ചൊന്നുമല്ല ഇവരെയൊക്കെ അലോസരപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ ഭാഗത്തു നിന്ന് ആലോചിച്ച് നോക്കും. ഹിന്ദു മതത്തിൻ്റെ കടന്നുകയറ്റം അത് അത്യന്തം ഭീകരമാണ്. ഇപ്പോൾ മലയാള മനോരമ വിദ്യാരംഭം നടത്തുന്നു. വിദ്യാരംഭം ആരുടെയാണ്? വാസ്തവത്തിൽ സരസ്വതിയുടെ മുന്നിൽ വിജയദശമി ദിനത്തിൽ നടത്തുന്നതാണ് വിദ്യാരംഭം. അപ്പോൾ മനോരമയ്ക്ക് കൂടി വന്നാൽ ചെയ്യാവുന്നത് വിദ്യാരംഭത്തിൻ്റെ സമയത്ത് അവിടെ വയ്ക്കുന്ന നിലവിളക്കിൻ്റെ അറ്റത്ത് ഒരു കുരിശ് വയ്ക്കാം. അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ നിലവിളക്കും കുരിശും തമ്മിലുള്ള യുദ്ധത്തിൽ അന്തിമ വിജയം നിലവിളക്കിനായിരിക്കുകയും ചെയ്യും. മാത്രമല്ല, വിദ്യാരംഭത്തിൻ്റെ ദിവസമാണ്, വിജയദശമി ദിവസമാണ് വിദ്യാരംഭം നടത്തുന്നത്. വേറൊരു ദിവസം മനോരമ നടത്തിട്ട് 10 പേരെ കിട്ടില്ല. ഇതും പള്ളിക്കാർ ട്രൈ ചെയ്ത് നോക്കി. അവർ ഇതൊരു നോവേനയെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഈ എഴുത്തിനിരുത്തുക, അത് പ്രത്യേക ഒരു ചടങ്ങാക്കി മാറ്റി ഒക്കെ അത് പ്രചരിപ്പിക്കാൻ നോക്കി. ക്രിസ്ത്യാനികൾ പോലും വരുന്നില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഹരിശ്രീ ഗണപതയേ നമ എന്ന് എഴുതുന്നതിന് പകരം തമ്പുരാൻ തുണയ്ക്ക എന്നെഴുതിയാണ് ക്രിസ്ത്യാനികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എവിടെ വെച്ച് അവർ ഈ തമ്പുരാനെ താഴെയിട്ട് ഗണപതിയെ എടുത്തു എന്ന് എനിക്കറിയില്ല. ബട്ട് അങ്ങനെയും ചെയ്ത് നോക്കിയിരുന്നു. അവർക്ക് വലിയ പ്രയാസം. ഹിന്ദു നിശബ്ദമായിട്ട് യുദ്ധം ചെയ്യാതെ, അക്രമമില്ലാതെ, ഒന്നുമില്ലാതെ വളരെ സ്വാഭാവികമായിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കടന്നു കയറും. എൻ്റെ ചെറുപ്പത്തിൽ ഒരൊറ്റ പള്ളിയിൽ കൊടിമരം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ കൊടിമരം ഇല്ലാത്ത പള്ളി ഞാൻ അന്വേഷിച്ച് നടക്കുക. കൊടിമരം ഇല്ല, ചെണ്ട ഇല്ല, ബാൻഡാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എൻ്റെ നാട്ടിലെ സകല പള്ളിയിലെ പെരുന്നാളിനും ബാൻഡാണ്. മാത്രമല്ല, ഈ പെരുന്നാൾ തന്നെ ഹിന്ദുക്കളുടെ ഉത്സവത്തിന് തുല്യമായിട്ട് ക്രിസ്ത്യാനികൾ കണ്ടുപിടിച്ചതാണ്. ഇവരുടെ ഉത്ഭവദേശത്ത് പോയി നോക്കിയാൽ അവിടെ പെരുന്നാളൊന്നുമില്ല. അവർക്ക് ക്രിസ്മസ്, ഈസ്റ്റർ ഇതുപോലത്തെ ചില ഇതല്ലാതെ ഇവിടുത്തെ പോലെ പിണ്ടി പെരുന്നാൾ, ആ പെരുന്നാൾ, ഈ പെരുന്നാൾ, ആ പുണ്യാളൻ, ഈ ഈ ഏർപ്പാടൊന്നും ഇവർ തുടങ്ങിയ സ്ഥലത്തില്ല. ഇവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ആവശ്യമാണ്. അങ്ങനെ ഇപ്പോൾ ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് വരെയായി. വിഗ്രഹാരാധനയിൽ അവർക്ക് വിശ്വാസമില്ല. പക്ഷേ വിഗ്രഹവും കൊണ്ട് അവർ പള്ളിക്ക് ചുറ്റും റോഡിലും ഒക്കെ നടക്കാൻ തുടങ്ങി. രൂപക്കൂട് എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുക. അവർ തന്നെ ഹിന്ദുക്കളായിട്ട്, സ്വഭാവം കൊണ്ട് ഹിന്ദുക്കളായിട്ട് മാറുക. ഹിന്ദു ആൾക്കാർ ഒരു ബസ്സിൽ പോകുമ്പോൾ സൈഡിൽ അമ്പലം, ബസ്സിലിരിക്കുന്ന ഹിന്ദു ഒന്നിങ്ങനെ കുനിഞ്ഞ് ഒന്ന് തൊഴും. ഒരു ക്രിസ്ത്യൻ പള്ളി വരുമ്പോൾ ഇതേ സർക്കസ് ക്രിസ്ത്യാനി കാണിക്കും. എന്തിനാണ്? ആ പള്ളിക്കകത്ത് എന്തുണ്ടെന്നാണ്? പള്ളി വെറുതെ ഒരു ആരാധനാലയമാണ്. അല്ലാതെ യേശു ക്രിസ്തുവിൻ്റെ ഇരിപ്പിടവുമില്ല, കർത്താവിൻ്റെ ഇരിപ്പിടവുമില്ല, ഒന്നുമല്ല. യഹോവ അവിടെ ഇരിക്കുന്നില്ല, ഒന്നുമില്ല. ബട്ട് ഇത് ചെയ്യുന്നതിലൂടെ ഹിന്ദുവിനെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിങ്ങളും ഇത് ചെയ്യുന്നു. മുസ്ലിം പള്ളിക്ക് മുമ്പിലും, മുസ്ലിം പള്ളിയിലൊന്നുമില്ല, ഇറ്റ് ഈസ് എ ഹോൾ, ചുമ്മാ ഒരു നിസ്കരിക്കാനുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ മുസ്ലിങ്ങളത് ചെയ്യും. അത് ചെയ്യുന്നതിലൂടെ അവർ പകുതി ഹിന്ദുവായിട്ട് മാറുന്നു. ആചാരങ്ങളിലൂടെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന സ്വഭാവമാണ് ഹിന്ദുവിനുള്ളത്. അതുകൊണ്ടാണ് ആഗമങ്ങളിൽ ഏറ്റവും പ്രധാനം ആചാരം എന്ന് പറയുന്നത്. സർവാഗമാനാം ആചാരം പ്രഥമം പരികൽപ്യതേ. എല്ലാ ആഗമങ്ങളിലും പ്രഥമം ആചാരമാണ്.
പക്ഷേ ഹിന്ദു അടുത്തൊരു പ്രിൻസിപ്പിളും കൂടെ വെച്ചിട്ടുണ്ട്. ആചാരപ്രഭവോ ധർമ്മസ്യ പ്രഭുരച്യുത. നിങ്ങളുടെ ആചാരങ്ങളിൽ നിന്ന് ധർമ്മം പ്രവഹിക്കണം. ആ ധർമ്മം തീരുമാനിക്കുന്നത് ച്യുതിയില്ലാത്തവൻ അച്യുതൻ ആയിരിക്കും. അച്യുതൻ അവിടെ അർത്ഥം കുറവില്ലാത്തവൻ, കുറ്റവും കുറവും ഇല്ലാത്തവൻ എന്നാണ്. ശ്രീകൃഷ്ണൻ എന്നല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ് ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ. അപ്പം അതിന് നേരെ എതിരർത്ഥമുണ്ട്. ധർമ്മം പ്രവഹിക്കാത്ത ആചാരങ്ങൾ അനാചാരമാണ്, ദുരാചാരമാണ്, അത്യാചാരമാണ്. അപ്പം ആചാരത്തെ കണ്ണുമടച്ച് കെട്ടിപ്പിടിക്കുകയല്ല, ഇതിൽ നിന്ന് ധർമ്മം പ്രവഹിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അത് ആചാരമാണോ എന്ന് തീരുമാനിക്കുന്നത്. അല്ലാത്തത് ഹിന്ദു അനുസരിച്ച് അല്ലാത്തതൊക്കെ കയറി വരും, വലിയ സമൂഹമല്ലേ കയറി വരും. അപ്പോൾ ഈ ഇൻഫ്ലുവൻസ് അവർക്ക് തടയാൻ പറ്റുന്നില്ല. ക്രിസ്ത്യാനിയും മെല്ലെ ഹിന്ദുവായിട്ട് മാറുന്നു.